ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇന്നലെ മുതലേ ഒരു സ്വാമിയുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. രാവിലെ 5 മണി മുതൽ 6 മണി വരെ. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ചെയ്തതാ. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടാലേ നമ്മുടെ മനസ്സിലെ തെറ്റായ ചിന്തകളൊക്കെ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടു തുടങ്ങിയതാ. ഓ അല്ല, അതും ഈ പാത്രങ്ങളും തമ്മിൽ എന്താ ബന്ധം? അത് ചുറ്റുമുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ സ്നേഹിച്ച് വളരണമെന്നുള്ള കഥകളാ പറയുന്നത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും തീറ്റയും വെള്ളവും ഒക്കെ കൊടുത്താലേ അത് നല്ലതാണെന്ന് പറഞ്ഞു. അല്ല രാധികെ, കാര്യായിട്ട് പറയുന്നേ. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ ഭക്ഷണം വെച്ച് കൊടുത്തപ്പോ കൊറേ പക്ഷി കുഞ്ഞുങ്ങൾ അത് കഴിക്കാൻ വന്നു. ഓ, അവരുടെ കലവിലയൊക്കെ കേട്ടു നിന്നപ്പോ ചുറ്റുമുള്ള വേറെ ഒന്നും അറിയുന്നില്ല. അത്രയ്ക്ക് ശാന്തത. എന്താ രാധിക, എന്താ? ഒന്നുമില്ല, കസ്റ്റേഴ്സിനെ ആരെയോ കണ്ടതുപോലെ. അല്ല, അവിടെ ആരും ഇരിക്കാനാ? ഓ, ഞാനേ ഭക്ഷണം വെച്ച് കൊടുത്തത് അതിന്റെ ഉമ്മറത്താ. കിളികൾ ഏതെങ്കിലും വന്നത് കൊത്തിപ്പറക്കുന്നുണ്ടായിരിക്കും. ഏട്ടത്തിയുടെ ഈ പക്ഷി സ്നേഹമൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ എല്ലാം പറന്നു പോയി. കൊറേയൊക്കെ പറന്നുപോയി. എങ്കി വാ, എനിക്ക് കാണാൻ നല്ല ഇഷ്ടാ. പക്ഷേ അയ്യോ, ഇപ്പൊ രാധിക അങ്ങോട്ട് പോകണ്ട. അതെന്താ? അതും സ്വാമി പറഞ്ഞെന്നേ. ഒരിക്കൽ ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നവരുടെ ചലനങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുമത്രേ. പക്ഷേ പുറത്തുനിന്നൊരാള് വന്നാലേ അവര് പെട്ടെന്ന് പേടിക്കും. ഒരു കാര്യം ചെയ്യ്, നാളെ മുതല് രാധികയും ഇതുപോലെ ഭക്ഷണവും വെള്ളം കൊടുത്തോ. അപ്പൊ പിന്നെ രാധികയെ കണ്ടാലും അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങള് ഞാൻ അപ്പൊ തന്നെ ചെയ്യാറുണ്ട് അടുത്ത്. അതിന് ഞാൻ കടം വെക്കാറില്ല. ശരിയാ. ഏട്ടത്തെ എന്തായാലും സ്വാമിയുടെ ക്ലാസ്സുകളൊക്കെ നന്നായി ശ്രദ്ധിക്കേ. അദ്ദേഹം പറയുന്ന നന്മകളൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യും. ജീവിതത്തില് നന്മയുണ്ടാവും. എന്നാ പിന്നെ രാധിക വാ, നമുക്ക് പോ. വാ രാധിക, വാ, നമുക്ക് പോ. രാധിക, എന്താ? ഏയ് നടന്നു.